45 വർഷത്തെ ഇടതു ഭരണം അവസാനിപ്പിച്ച് തിരുവനന്തപുരം നഗരസഭാ ഭരണം നേടിയത് ബി.ജെ.പിയുടെ ചരിത്ര നേട്ടമാണ്. ഈ നേട്ടം കോട്ടങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കാൻ മികച്ച മേയർ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ ബി.ജെ.പി തുടങ്ങി. രാഷ്ട്രീയ പ്രവൃത്തി പരിചയമില്ലാത്ത ആര്യ രാജേന്ദ്രനെ മേയറാക്കി പരാജയപ്പെട്ട CPM-ന്റെ പാഠം ബി.ജെ.പിക്ക് മുന്നിലുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഞങ്ങളെടുക്കുന്ന തീരുമാനത്തിൻ്റെ ഭാവിയിൽ ഉണ്ടാകാവുന്ന അതിൻ്റെ ഗുണങ്ങൾ ഇതെല്ലാ ഘടകങ്ങളും പരിഗണിച്ചിട്ട് മേയർ സ്ഥാനത്തേക്ക് ബി.ജെ.പി നേതൃത്വം പ്രധാനമായും പരിഗണിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി V.V. രാജേഷിന്റെ പേരാണ്. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ്, ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ്, ബി.ജെ.പി സംസ്ഥാന വക്താവ്, സംസ്ഥാന സെക്രട്ടറി എന്നീ പദവികളിൽ സംഘടനയെ നയിച്ചിട്ടുള്ള പരിചയം V.V. രാജേഷിനുണ്ട്. മാത്രമല്ല കൗൺസിലറായും രാഷ്ട്രീയ പരിചയം അനുകൂല ഘടകമാണ്. മേയറുടെ കാര്യത്തിലുള്ള തീരുമാനം സംസ്ഥാന അധ്യക്ഷൻ പറയും. സംസ്ഥാന അധ്യക്ഷൻ എൻ്റെ സംസ്ഥാന ഘടകം എന്നാൽ അദ്ദേഹം പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരുമിച്ചുണ്ടാകുന്ന സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന ടീം തീരുമാനിക്കും. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട മേഖലയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനു ശേഷം ഞങ്ങൾ ഉയർത്തിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ഭരണസമിതി. കേരളത്തിലെ ആദ്യ വനിതാ DGP എന്ന പ്രതിച്ഛായയോടെ മത്സരരംഗത്തിറക്കിയ R. ശ്രീലേഖ IPS-നെ മേയർ സ്ഥാനാർത്ഥിയാക്കി ബി.ജെ.പി പരോക്ഷമായി ഉയർത്തിക്കാട്ടിയിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലാതെ ഭരണം തുടങ്ങുമ്പോൾ നയിക്കുന്ന മേയർക്ക് രാഷ്ട്രീയ മെയ്വഴക്കം പ്രധാനമാണ്. IPS ഉള്ള വ്യക്തിത്വം എന്ന ശ്രീലേഖയുടെ യോഗ്യത ബി.ജെ.പി കേന്ദ്ര നേതൃത്വം മാനദണ്ഡമാക്കിയാൽ അവർക്ക് മേയർ സ്ഥാനത്തേക്ക് സാധ്യത തെളിയും. പക്ഷേ തിരുവനന്തപുരം നഗരസഭയിൽ ഇക്കുറി ഡെപ്യൂട്ടി മേയർ പദവി വനിതാ സംവരണമാക്കിയതിനാൽ ശ്രീലേഖയുടെ പേരാണ് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലുള്ളത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ സീറ്റും R. ശ്രീലേഖ IPS-ന് നൽകും. DGP തലത്തിൽ ഒക്കെ വന്ന ആദ്യത്തെ വനിതാ DGP ആയ ആളാണ്, IPS കാരിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മേഖലയിലും പ്രാഗൽഭ്യം തെളിയിച്ചവർ BJP ജയിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആരെയും ആക്കാൻ ബി.ജെ.പിക്ക് സാധിക്കും. അത് ആരെ ആക്കണമെന്ന് ബി.ജെ.പിക്ക് തീരുമാനിക്കാൻ ഒരു 1-2 മണിക്കൂർ മതി. തിരുവനന്തപുരം നഗരസഭാ മേയറായാൽ V.V. രാജേഷ് നിയമസഭയിൽ മത്സരരംഗത്തുണ്ടാകില്ല. മേയർ സ്ഥാനത്തിനായി ഒരുക്കങ്ങൾ നടക്കുമ്പോഴും കേവല ഭൂരിപക്ഷത്തിനുള്ള സംഖ്യയായ 51 തികയ്ക്കാൻ 2 സ്വതന്ത്രന്മാരെ ഒപ്പം നിർത്താനും ബി.ജെ.പി നീക്കങ്ങൾ തുടങ്ങി. പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ഉത്തരവാദിത്വം അവരെ ജയിപ്പിച്ച നാടിനോടായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ ധാർമ്മിക പിന്തുണ ബി.ജെ.പിക്ക് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.